സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ചിരുമ ഭീമ സിനിമ ചിരുമ. മന്ദഹാസം ചുണ്ടിൽ നൽകാൻ മന്നനാണീ സൂപ്പർ താരം. കുട്ടികൾക്കും വീട്ടുകാർക്കും ഇഷ്ടമോടെ വന്ന താരം. പല 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 വേഷം കെട്ടി തലങ്ങും വിലങ്ങും മിമിക്രി കാട്ടി സിനിമാ നടനായ താരം. തിളങ്ങി നിന്ന സ്റ്റാറുകളെ ചിരിയമിട്ടാൽ കടത്തി വെട്ടി ജനപ്രിയനായ താരം. അരെ ഹൊയ്യാ ഹോ, അരെ ഹൊയ്യാ ഹോ, ഹൊയ്യാ ഹോ, അരെ ഹൊയ്യാ ഹോ. മന്ദഹാസം ചുണ്ടിൽ നൽകാൻ മന്നനാണീ സൂപ്പർ താരം. കുട്ടികൾക്കും വീട്ടുകാർക്കും ഇഷ്ടമോടെ വന്ന താരം. സൈന്യമെന്നൊരു ജോഷി സിനിമയിൽ വന്നതോ ചെറുവേഷമായി. നായക നടമോഹമെന്നതു മാനത്തെ കൊട്ടാരമായി. സല്ലാപം സിനിമയിൽ ജൂനിയർ യേശുദാസ് ആയപ്പോൾ കേമനായി. ഹോയ് ഹോയ് മീശ പിരിച്ചൊരു മാധവൻ നമ്മുടെ നാടിന്റെ താരമായി. കുട്ടിക്കളിയുടെ പൊട്ടിച്ചിരിപ്പിച്ചു ഒത്തിരി സീനുകളിൽ. ചലഞ്ച് വേഷങ്ങൾ കയ്യടി മേടിച്ചു ഒത്തിരി ചിത്രങ്ങളിൽ. ഹൊയ്യാരെ 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 ഹൊയ്യാരെ. മന്ദഹാസം ചുണ്ടിൽ നൽകാൻ മന്നനാണീ സൂപ്പർ താരം. കുട്ടികൾക്കും വീട്ടുകാർക്കും ഇഷ്ടമോടെ വന്ന താരം. പല 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 വേഷം കെട്ടി തലങ്ങും വിലങ്ങും മിമിക്രി കാട്ടി സിനിമാ നടനായ താരം. തിളങ്ങി നിന്ന സ്റ്റാറുകളെ ചിരിയമിട്ടാൽ കടത്തി വെട്ടി ജനപ്രിയനായ താരം. അരെ ഹൊയ്യാ ഹോ, അരെ ഹൊയ്യാ ഹോ, ഹൊയ്യാ ഹോ, അരെ ഹൊയ്യാ ഹോ. എന്താണ് ഇതൊക്കെ വെച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ? പിന്നെ നീ എൻ്റെ മുഖം കൊണ്ട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്റെ മുഖം കൊണ്ട് വരണ്ടേ? അല്ല അങ്ങനെയല്ല, എന്നാൽ ഈ പോത്തിന്റെ ഈ സംഭവം വെച്ചിട്ട് ആ പോത്തിൻ്റെ സമയത്തിന് എന്താ കുഴപ്പം? എനിക്ക് കിട്ടിയത് നിന്റെ മുഖമാണ്, അതുകൊണ്ട് ഞാൻ പോന്നു. അല്ല, ഞാൻ ഈ സാധനം വെച്ചിട്ട് വന്നെന്തറിയോ, ഞാൻ ഈ ഇൻട്രൊഡക്ഷനിൽ ഈ ഫേസ് വെച്ചുകൊണ്ട് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കയ്യടി ഉണ്ട്. അതായത് നീയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എനിക്കൊരു ക്ലാപ്സ് കിട്ടും. ആ ക്ലാപ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വെച്ചോണ്ട്. ഓക്കെ, അത് മാറ്റുമ്പോൾ കിട്ടുന്ന ആ ചീത്തപ്പേര് അപ്പം എനിക്ക് കിട്ടില്ല ഇല്ലേ? ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് മോശമായിട്ടാ. പിള്ളേര് നിങ്ങളൊക്കെ ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തോട്ടെ. ഞാൻ ഈ ഡാൻസിന് ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ടെന്ന് ഞാനില്ല, കാരണം അതിഗംഭീരമായിട്ട് ചെയ്തു. അത് തുടങ്ങിയപ്പോൾ ഞാൻ ചിങ്ങമാസാന്ന് വിചാരിച്ചത്, പക്ഷേ എന്നെ പൊക്കി അടിച്ചിട്ടുള്ളൊരു ഹായ് ദേവിക. അയ്യോ, ആഫ്റ്റർ എ ലോങ് ടൈം. പിന്നെ നമ്മൾ ഒരുമിച്ച് ഇതേപോലെ ഒരു വേദിയില് നിനക്ക് ഓർമ്മയുണ്ടാവും, ദേവിക്ക് ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ഓർമ്മയുണ്ടെങ്കിൽ കുട്ടി ഇവിടെ ഒന്നും നിൽക്കില്ല. ഒന്ന് ഓർത്ത് നോക്കൂ. കോമഡി ഫെസ്റ്റിവൽ ആ ദിവസം ഒന്നും പേടിക്കണ്ട, ഞങ്ങളുടെ കയ്യില് അദ്ദേഹം സുരക്ഷിതനായിരിക്കും. ഞാൻ അങ്ങനെ സൂക്ഷിക്കണമെന്നല്ല പറഞ്ഞത്, ഈ കുട്ടിയോട് ദേവിയോട് സൂക്ഷിച്ചോളാനാ പറഞ്ഞത്. പ്രശ്നക്കാരനാണോ ഇക്ക? ഒന്നുമില്ല, ധൈര്യമായിട്ടിരുന്നോ എന്നാണ് പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. ഇക്കയുടെ ചിരി കണ്ടിട്ട് എനിക്കൊരു ആശ്വാസമുണ്ട്. ആ ചിരിയിൽ നമ്മളൊന്നും വീഴ്ത്തില്ല എന്നുള്ള ഒരു ആശ്വാസം ഉണ്ട്. വീഴ്ത്തില്ല, പക്ഷെ നമ്മൾ വീഴാണ്ട് നോക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തം. നമ്മളെ കാത്തോളാം. തീർച്ചയായിട്ടും പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ പുള്ളിക്കാരത്തി ഇങ്ങോട്ട് നീങ്ങി കണ്ടോ, നീ ശ്രമിച്ചോ? ഇപ്പൊ ഞാൻ മാർക്കിടുന്നത് നമ്മുടെ ദേവികയ്ക്കാണ്. ദിലീപിന്റെ വാക്കുകൾ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് മാറി ദേവി.
അല്ലേ? ഓർമ്മയുണ്ട് ദിലീപേട്ടാ, നല്ല നല്ല ഓർമ്മയുണ്ടല്ലേ? വേഗം ഗ്രീൻ റൂമിലേക്ക് വെക്കോളൂ. നമ്മൾ ശ്രദ്ധിച്ചു നിൽക്കണം. പക്ഷെ ദിലീപേട്ടാ ഇപ്പോഴും ഇക്കയ്ക്ക് മാറ്റമൊന്നും ഇല്ല. ഒരിക്കലും അവൻ മാറില്ല. പണ്ടും അവൻ പറഞ്ഞ അതേ പ്രായം തന്നെ ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതിനും വാക്കിൽ ഒരു മാറ്റമില്ലാത്ത ഒരാളാണ്. പൊക്കോളൂ. വളരെ സന്തോഷം. താങ്ക് യു ദിലീപേട്ടാ. നന്നായിട്ടോ. താങ്ക് യു സോ മച്ച്. ഞാനൊരു നർത്തകി ഉള്ളിൽ ഒളിഞ്ഞു കിടക്കണം ഞാൻ അറിഞ്ഞില്ല. ദിലീപേട്ട ഒരു അഭിനേത്രി ഉള്ളിൽ ഒളിഞ്ഞു കിടക്കേണ്ട ആരും അറിയണില്ല എന്ന് മാത്രം. നമുക്ക് ചവിട്ടി പുറത്തെടുക്കാം. പുറത്തെടുത്ത കാര്യമായിരുന്നു. താങ്ക് യു ദിലീപേട്ട. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഗംഭീരായിട്ടോ. ഓക്കെ താങ്ക് യു. ടാറ്റ ടാറ്റ, ദേവിക, ടാറ്റ, ടാറ്റ. 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 കണ്ട ആ കുട്ടി എൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞു. കണ്ട അത് ടാറ്റ എന്നല്ല പറഞ്ഞത്. പിന്നെ പാറ്ററില്ലേ, പാറ്ററില്ലേ, കഞ്ഞിൽ പാറ്ററില്ലേ. ഇനി അടുത്ത കാലത്തൊന്നും എൻ്റെ അടുത്ത് വരില്ലേ. ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നോ കയ്യിലൊക്കെ? ഒന്നല്ല, മനസ്സിലായി. നീ ഉടനെ എഴുതാപ്പുറം വായിക്കട്ടെ. സ്നേഹത്തോടുള്ള ടാറ്റ ആണത്. അല്ല ഒന്നുമില്ല, ഇത്രയും പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ടാണ് നാട്ടിക്കരുതായിരുന്നു. ഞാൻ നിന്നെ കുറിച്ച് എന്തോരം പൊക്കി ഇവിടെ പാടിയത്. ഇത്രയും പാടിയിട്ട് എനിക്ക് എന്നോട് എന്താ പറയണത്, എനിക്ക് വാക്കുകളില്ല നിന്നോട് നന്ദി. കാരണം നീ എന്നെ ഇത്രയും പൊക്കിയടിച്ച് ഒരു സംഭവം നീ എഴുതുക, അത് നീ വന്ന് പാടുക. ഒരു കൂട്ടുകാരൻ്റെ ഒരു ഈഗോ ഇല്ലാത്ത നിന്റെ ഒരു പെരുമാറ്റം ഉണ്ടല്ലോ, അതിനെനിക്ക് നിന്നോട് വളരെ പക്ഷേ എനിക്ക് എല്ലാ താങ്ക്സ് പറയുന്നത്. പിന്നെ ആർക്കാ ഇത് ഇവിടെ പാടാനും ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ അനുവദിച്ച ഇതിന്റെ ഡയറക്ടർ സിദ്ദിഖല്ലേ, ഇക്കാക്കാണ് ശരിക്കും താങ്ക്സ് പറയുന്നത്. വിളിക്കട്ടെ? പിന്നെന്താ അങ്ങനെ വിളിക്കല്ലേ, എനിക്കറിയാം വിളിക്കാൻ. എന്നാ വിളിക്കേ. നിങ്ങളായിരുന്നു എന്താ നാദിർഷ കയ്യിലൊരു പിച്ചപാത്രമൊക്കെ ആയിട്ട് അതിൻ്റെ ഭിക്ഷക്കാരനെ പോലെ? ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇങ്ങനെ വിളിക്കലെന്ന് പറഞ്ഞത്. ഒന്നാമത് നിന്റെ രൂപവും പാത്രം പോലെ അത് പിടിക്കല്. താടിമുടിക്ക് പഠിച്ചു കളഞ്ഞിട്ട് വരാൻ പറഞ്ഞല്ലേ ഞാൻ. അല്ല, ഇതൊരു സ്റ്റൈലിന് വേണ്ടിയിട്ടാ. സ്റ്റൈലിന് വേണ്ടിയിട്ട്. ഇക്ക വളരെ അധികം എന്താ പറയുക, സന്തോഷം എന്നാണോ എന്താണ് എൻ്റെ വികാരം എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല. എന്നാലും വളരെയധികം താങ്ക്സ്. കാരണം ഒരു ഷോയിൽ വരുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷന് ഇത്രയും ഗംഭീരമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വലിയൊരു പാട്ടുപാടി കാരണം ഞാൻ മീശമാധവ ഹിറ്റായ ഒരു സോങ്ങിനെ വേറെ തരത്തിൽ, അത് പ്രത്യേകിച്ച് ഞാൻ ആയിഷോടെ എൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കായിരുന്നു. ഇവൻ അത് എഴുതി മാറ്റി ഞാൻ പറഞ്ഞ എനിക്ക് സമ്മതിച്ചിട്ടാണ് നമ്മളത്. അതിന് താങ്ക്സ് പറയേണ്ടത് ഞാൻ ദിലീപിനോടും നാദിർഷയോടുമാണ്. എന്നോട് എന്താണ് ഞാൻ നാദിർഷയോട് പറഞ്ഞു, നാദിർഷാണ് എന്നോട് ഇങ്ങോട്ട് ഒരു ഐഡിയ പറഞ്ഞത്. ഇങ്ങനെ ദിലീപിൻ്റെ ഇൻട്രോ നമുക്കിങ്ങനെ ഒരു മീശമാധവനിലെ ചിങ്ങമാസം വെച്ചിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു അത് വേണോ, ദിലീപിന് ഇഷ്ടമാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു ഇല്ലക്ക, അത് ദിലീപ് പറഞ്ഞിട്ടാണ് ഞാനത് പല വരികളും ദിലീപാണ് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് അറിയാം, പിന്നെ അക്ഷരം എഴുതാൻ അറിയില്ല. ഞാനത് കറക്റ്റ് അല്ല ഞാനത് ഇല്ലൊക്കെ ഞാനെന്താ പറയുക, സ്വയം നമ്മളൊരു PR ആവാന്ന് പറയില്ലേ. ആരും നമ്മൾ എന്ത് നല്ലത് ചെയ്താലും ഇപ്പം നമ്മൾ ചെയ്ത് നല്ല എന്ന് പറയൂല. ഇനി മരിച്ചു കഴിയുമ്പോഴേ പറയുള്ളൂ ഇയാൾ നല്ല ആളായിരുന്നു, നല്ല കലാകാരനായിരുന്നു. പൊതുവെ ഒരു മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും പറ്റി നല്ലത് എന്ന് വെച്ചാൽ അതിനു വേണ്ടി മരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അല്ല, പക്ഷേ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഈ മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല ഇങ്ങനെ മരിച്ചു കഴിയുമ്പോൾ നല്ല കാര്യം. ഇപ്പോൾ കോഴിയുടെ കാര്യം പറയുകയാണെങ്കിൽ, കോഴി ഇപ്പോൾ കോഴിയുടെ കാര്യം പറഞ്ഞാൽ അത് ഏറ്റവും വൃത്തികെട്ട സ്ഥലത്താണ് ജീവിക്കുന്നത്. പറമ്പിലും ഇതിലൊക്കെയാണ് അത് ജീവിച്ചിരിക്കുമ്പോൾ, അങ്ങനെയുള്ള സ്ഥലത്ത് വൃത്തികെട്ട സ്ഥലത്ത് ജീവിക്കും. പക്ഷേ ഇത് മരിച്ചു കഴിയുമ്പോൾ, ചത്ത് കഴിയുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ ചില്ലി ചിക്കൻ, എന്തൊക്കെ ഡിഫറെൻറ്റ് പേരാണ്, ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, പിന്നെ എന്താണ് ചിക്കൻ തന്തൂരി, അങ്ങനെ വില കൂടിയ ഒരു വിഭവമായി മാറും. ജീവിച്ചിരിക്കുമ്പോൾ ഒരു വിലയില്ല. ലോകത്ത് എന്തൊക്കെ മൃഗങ്ങളും പക്ഷികളും ഉണ്ട്, അവൻ കോഴിയെ തന്നെ എടുത്താണ്ട. അല്ല, ഈ കോഴി ചത്തിട്ട് ഇനി 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും ഏറ്റവും ലാസ്റ്റ് ഇവൻ്റെ ഒക്കെ വയറ്റിലേക്ക് തന്നെയല്ലേ പോണത്. എന്ത് കാര്യമാണ്. നാദിർഷയുടെ വൈഫ് ഷാഹിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഷാഹിനെ കാണുകയാണെങ്കിൽ സാറേ ഇക്കത് പൊത്തിരിയൊന്നല്ലേ അതല്ല, നേരത്തെ ആ പെൺകുട്ടി വന്നിരുന്നപ്പോഴും പെൺകുട്ടിയുടെ വിഷയമാണ്. ഞാൻ വേറെ കാര്യം പറയാം. അല്ല, ഷാഹിനയ്ക്ക് ഇത് പുതുമയൊന്നുമല്ല. കാരണം വെച്ചാൽ ഞാൻ ഷാഹിനെയും ഇവനും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണു. ആ സമയത്ത് ഇവന് എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ഫോൺ വന്നു. ഫോൺ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഇവനിങ്ങനെ നോക്കി, ഇവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കുന്നു. അപ്പോൾ ഇവൻ ഇതാരാണത് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ സംസാരം അല്ലല്ല പറയട്ടെ ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ടക്കട എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുകയാണ്. വീണ്ടും വിളിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇവൻ ധൃതിയിൽ ഫോൺ ഞെക്കിപ്പോൾ സ്പീക്കറായി പോയി. ഓഫ് ചെയ്താണ്, ഞെക്കിപ്പോൾ ആ ധൃതിയിൽ ഞെക്കിപ്പോൾ സ്പീക്കറായി. അപ്പോഴാണ് എന്താണ് കൈക്ക് എവിടെയാണ് മറ്റേ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അപ്പോൾ ഇവൻ നോക്കിയിട്ട് അപ്പോൾ ഷാഹിനെ പെട്ടെന്ന് നോക്കുകയാണ്. വേഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞെക്കിയിട്ട് സോറി റോങ് നമ്പർ, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം. എനിക്കതൊന്നും മനസ്സിലായില്ല. റോങ് നമ്പറിന് അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു റോങ് നമ്പറിന് അങ്ങോട്ട് വിളിക്കാമെന്നാ. അല്ല, BSNLൻ്റെ ഒരു ഇതിലുണ്ട്, നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് റെസ്പോണ്ട് ചെയ്തിൽ ഒരു ഫൈൻ അടിക്കുമെന്ന്. അതിൽ വിശ്വസിച്ചു വൈഫ് വിശ്വസിച്ചു ഇല്ല. അപ്പം തന്നെ ഞാൻ നോക്കുമ്പോൾ
ഇക്കൊക്കെ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് അകത്തേക്ക് കണ്ടു. ഫൈനായിട്ട് അടിച്ചു എന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഞാൻ കാണുന്നത് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ താടിയൊക്കെ ഉണ്ട്, ഈ ഫൈനായിട്ട് അടിയുടെ വരികൾ അങ്ങനെ ഒരു വര കാണണ്ടെന്ന് വെച്ചിട്ട് വെച്ചേക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇക്കൊക്കെ വേണമെങ്കിൽ ചോദിക്കാം എന്താണ് അതിന്റെ വിഷയം. ഒന്നുമില്ല, ഇവൻ സ്ഥിരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ലേഡീസായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ആ വിഷയത്തിൽ നേരെ എന്നെ കോഴിയാക്കും. അതെന്തുകൊണ്ടാണ് അതങ്ങനെ? സ്നേഹമാണ്, സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്. സ്നേഹം വെച്ചാൽ ഞാൻ ഈ പ്രോഗ്രാംസ് പോകുമ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സംസാരിക്കാം. ചെയർമേരിക്കട്ടെ, നിലത്തിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇക്ക വിളിച്ച പോലെ ഇപ്പോൾ ആരെങ്കിലും ഒന്ന് പൈസ കിട്ട് അതൊരു ചെയറാക്കിയാൽ കൊള്ളാം അല്ലേ? ഇത്ര നേരം ചവിട്ടി താത്തി സംസാരിക്കല്ലേ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അതെ, ഇക്ക നടക്കിരിക്കുന്നതല്ലേ, കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം അടിയായാൽ പിടിച്ചു മാറ്റാൻ മിക്കവാറും ഈ കണക്കിന് അടിയാൻ സാധ്യതയുണ്ട്. അടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കിട്ടേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നാദൃശനെ കൊണ്ടുപോകും. ഈ 2 വേർഡ് പേടിച്ചിട്ടാണ്. അടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവനെ മുമ്പിൽ നിർത്താല. അപ്പം അതിന് വേണ്ടിയിട്ട് പല പ്രോഗ്രാംസിനുണ്ട്. അപ്പോൾ ഒരു തവണ പരിചയ പോലെ ഒരു തവണ പ്രോഗ്രാമിന് പോയപ്പോൾ ഞങ്ങൾ അമേരിക്കൻ ഷോ, അന്ന് ഞാൻ മിമിക്രിയിലേക്ക് വന്ന കാലമാണ്. എനിക്ക് 94 ഞാൻ ആദ്യമായിട്ട് ജയറാമേട്ടൻ്റെ കൂടെ. എല്ലാം ഓർമ്മയുണ്ടല്ലേ? അടി കിട്ടിയത് ഓർമ്മയില്ലാതിരിക്കും. ഇത് അടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവൻ്റെ ഒരു അഹങ്കാരമാണ് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞത്. എന്നുവെച്ചാൽ ഇവൻ ജയറാമേൻ്റെ അടുത്ത് വന്നിട്ട് പറയണം. അപ്പം ഞാൻ ജസ്റ്റ് എന്നൊന്നും അങ്ങനെ അറിയില്ല. മിമിക്രിയിൽ നാദൃശ്യനെ ശരിക്കും എല്ലാവരും അറിയുള്ളൂ, പിന്നെ അബീനെ അറിയാം. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നസെൻറ്റിനൊക്കെ അനുകരിച്ച് തുടങ്ങിയിട്ടാണ് എന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അന്ന് അമേരിക്ക പോണ സമയത്ത് നാദൃശ്യുണ്ട്, ഞാനുണ്ട്, പ്രസാദേട്ടനുണ്ട്, ജയറാമേട്ടൻ, ഇന്നസെൻറ്റേട്ടൻ, വേണുട്ടൻ, അങ്ങനെ ഒരു ടീമാണ്. ഭാരതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഷോ ആയിരുന്നു. നമ്മളവിടെ പോയി ഇന്നസെൻറ്റൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഷോ കഴിഞ്ഞിട്ട് ഇവൻ്റെ അടുത്തൊക്കെ ഒന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുക. അപ്പം ഞാൻ അവിടെ പാട്ടുകാരായിരുന്നു ഇക്കാതില്. ഞാൻ പാട്ട് പാടും, ഇവൻ പാട്ടൊന്നും പാടുമല്ലോ, ഇവൻ വെറുതെ ജസ്റ്റ് മിമിക്രി. അപ്പോൾ ആ പാട്ട് പാടുന്നത് ആരെങ്കിലും നോക്കിയാണോ പാടുന്നത്? അവരാണോ? ഇല്ല, പാട്ട് പാടുമ്പോൾ ലേഡീസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ചെറുതാക്കി കളയണത്. അങ്ങനല്ല, ഞാൻ ആരോടെ സംസാരിക്കണേ? അങ്ങനല്ല, അവിടെ വന്ന ഒരാളോട് തന്നെയാണ് സംസാരിക്കുന്നത്. അതല്ല, നമ്മൾ ആ സമയത്തുള്ളൊരു ചിന്തയാണ് പറയുന്നത്. അന്ന് മിമിക്രി മാത്രമല്ല, പാട്ടുകാരെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ ചെറിയ ഗാനമേളക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഗാനമേളക്ക് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2-3 പേര് മിമിക്രി കാണിക്കാൻ വരുമ്പോൾ ഇനി അവരുടെ മിമിക്രി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തള്ളുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ മിമിക്രിയിൽ വന്നതിന് ശേഷമാണ് നേരം ചെയ്യാൻ കഞ്ഞുപിടിച്ച് പോയത്. അത് സത്യമുള്ള കാര്യം. പക്ഷെ അന്ന് പാട്ട് പാടുന്ന കാരണം എന്നെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു. അന്ന് ദിലീപ് മിമിക്രി മാത്രമേ. കാരണം എന്താ പറയുക, പരിപാടി കഴിഞ്ഞിട്ട് നോക്കി അടിക്കണ്ടേ, അങ്ങനെ ശ്രദ്ധിച്ചു വയ്ക്കും. ഇവനാണ് ആ പാട്ട് പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്ലാനിങ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ജയറാമേൻ്റെ അടുത്ത് നിന്നിട്ട് ഇവൻ പറയാം. അപ്പോൾ ഇവൻ കുറേ പെൺകുട്ടികളുടെ കൂടെ ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. ഞാൻ ആ സൈഡിൽ കാരണം എൻ്റെ കൂടെ ഒന്നും ആരും ഫോട്ടോ എടുക്കാനൊന്നുമില്ല. നമ്മൾ മിമിക്രി ചെയ്യുന്നുണ്ട്, മറ്റേ എന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം സ്റ്റേജിൽ മിമിക്രി ആയിട്ട് ഞാൻ കൂടുതലും മെലിഞ്ഞിരിക്കണോണ്ട് ഈ ശബ്ദത്തിൻ്റെ ഒരു പെർഫെക്ഷനിലാണ് രക്ഷപ്പെട്ടിരുന്നത്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ പെൺകുട്ടികൾ വന്നിട്ടുണ്ട്, നല്ല ഹൈറ്റ് ഇതൊക്കെ ഉള്ള അവിടെ ജനിച്ചു വളർന്ന കുറേ കുട്ടികൾ, മലയാളമൊക്കെ അത്യാവശ്യം അറിയാവുന്ന കുട്ടികൾ. അപ്പോൾ അവരൊന്ന് ഫോട്ടോ എടുത്തിട്ട് പോകണ കണ്ടു. അത് ഞാൻ ഗ്രീൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇവൻ ചെന്നിട്ട് എൻ്റെ ജയറാമേട്ട പറയണ്ട, പെൺകുട്ടികൾ വന്നിട്ട് അങ്ങോട്ട് നിന്നിട്ടുണ്ടല്ലോ, അതിൽ 2 കുട്ടികൾ ചോദിക്കാണ് താൻ എന്നെ കെട്ടോടൂ, താൻ എന്നെ കെട്ടോടൂ. അതിൻ്റെ വേറെ കോമഡി വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ അതുപോലെ 2 കുട്ടികൾ ഇങ്ങനെ ഇരിപ്പുണ്ട് കാണാൻ കൊള്ളാമെന്ന്. അപ്പോൾ ഇടയ്ക്ക് ഞാനും ദിലീപും വന്നിട്ട് ഫ്രണ്ടിലിരിക്കണ കൊച്ചുങ്ങൾ കൊള്ളാലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ തന്നെയാണ് 2ാമത് ഫോട്ടോ എടുക്കാൻ വന്നത്. അപ്പോൾ ആ കുട്ടികൾ എൻ്റെ കൂടെ കല്യാണം കഴിയുന്നതിന് മുമ്പാണ്. കല്യാണം കഴിയുന്നതിന് മുമ്പ് കല്യാണം ഇത് റെഡിയായി കിട്ടുന്ന വിചാരിച്ചിട്ടാണ് റെഡിയായി കിട്ടുന്ന ഇവര് ഇൻവോൾവ് ആയിട്ടേ എല്ലാ സത്യവും വിളിച്ചു പറയും. അല്ല, അന്ന് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദിലീപിന് ആ കുട്ടികൾ വന്ന് എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാണ്ടപ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വന്നിരിക്കുന്ന സമയമാണ്. കാരണം അത്രയും ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് നോക്കി നിന്നിട്ട് ആ കുട്ടികൾ ലാസ്റ്റ് വന്നത് എൻ്റെ അടുത്താണ്. അപ്പോൾ ആ ദേഷ്യമൊക്കെ ഇവിടെ ഉണ്ട്. ദേഷ്യമൊന്നുമല്ലേ, ഞാൻ എല്ലാം കണ്ടു നിൽക്കുകയാണ്. മനുഷ്യനല്ലേ നാച്ചുറലി ഉണ്ടാവുന്ന ഒരു വികാരം. ഞാനിങ്ങനെ നോക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ നെക്സ്റ്റ് കട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ജയറാമേൻ്റെ അടുത്ത് താൻ എന്നെ കെട്ടോടൂ എന്ന് പെൺകുട്ടികൾ ചോദിച്ചോട്ടാ. ഒരു പെൺകുട്ടി ചോദിച്ചു താൻ കെട്ടോടോ. സത്യത്തിൽ അതല്ല ഉണ്ടായതൊക്കെ. ഞാൻ ജയറാമേട്ടാ, അപ്പോൾ ജയറാമേട്ട ശരിക്കും അതിന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജയറാമേട്ടനോടെ പറയും. അപ്പോൾ ഇവർ ജയറാമേട്ടാ ഞാൻ എൻ്റെ ചെവിയുടെ അടുത്ത് ഞാൻ താൻ എന്നെ കെട്ടോടൂ, താൻ എന്നെ കെട്ടോടൂ. എൻ്റെ എക്സ്പ്രഷൻ വരെ മാറിപ്പോയി. സംഭവം എന്താ ഉണ്ടായത്, ഞാൻ പറഞ്ഞു ജയറാമേട്ട അതൊന്നുമല്ല സത്യം. ഇവർ ഫോട്ടോ എടുത്തു. അപ്പോൾ ഇവൻ നടുക്ക് നിൽക്കുന്നു,
ഇവൻ ഇങ്ങനെ നിൽക്കുന്നു. ഞാനുണ്ട്. ആ ഇവന്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടി അവിടെ ഇത് ഇവനിങ്ങനെ ഈ നീ അങ്ങനെ ഹൈറ്റ് ആവരുത്. പെൺകുട്ടിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടാ. അപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്ന പെണ്ണും ഹൈറ്റ് ഉണ്ട്. അപ്പൊ അവിടെ വേറൊരു പെൺകുട്ടിയുടെ ക്യാമറ കൊടുത്തു. ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പൊ അവര് ഫോട്ടോ എടുക്കാണ്. അപ്പൊ നീ ഞാനിങ്ങനെ അപ്പൊ ഇവര് തന്നെ കിട്ടൂടോ കാരണം വെച്ചാല് ഇവരുടെ ഫ്രെയിമിൽ ഫോട്ടോ എടുത്ത ഇവനെ കിട്ടൂല. അപ്പൊ ഇവര് ചോദിക്കണത് തന്നെ കിട്ടോടോ. ഇവരത് തിരിച്ചിട്ട് തരത് കെട്ടോടൂ. ഇവ അന്ന് ജയറാമേണ്ണവിനെ കൊല വിളിച്ചു. ഞാൻ എന്തായാലും സത്യം പറഞ്ഞു പോയി. അത് ക്ഷമിക്കാൻ നീ. പെൺകുട്ടി ചോദിച്ചത് തന്നെ കെട്ടോടോന്നാണ്. പക്ഷെ ഇവനത് മാറ്റി. ഇവനത് തിരിച്ച് തന്നെ കെട്ടോടോന്നാക്കി. പക്ഷെ കെട്ടോടോന്ന് ചോദിച്ചിട്ട് എന്തുകൊണ്ട് കെട്ടിയില്ല എന്നൊരു ചോദ്യം ഇട്ടു. അല്ല അതുകൊണ്ട് അങ്ങനെ കെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഷായന ഇപ്പൊ ഇത് കാണുകയാണെങ്കിൽ ഷായന പറഞ്ഞു ഓ അന്ന് ഞാൻ അത് വരാനുള്ള വഴി തങ്ങില്ല, ഞാൻ അങ്ങനെ കെട്ടിപ്പോ രക്ഷപ്പെട്ട് അല്ലേ അങ്ങനെ പറയൂലേ? അല്ല അതെ. അതുപോലെ തന്നെ നമ്മൾ ചിരിച്ചു പോകുന്ന ഷോയിലുണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ 2010 ഞങ്ങളൊരു അമേരിക്കയ്ക്ക് ഷോയിൽ പോയി. അപ്പോൾ സലീം കുമാറുണ്ട്. അപ്പോൾ ഞങ്ങൾ സിനിമകളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ സംവിധായകനാവാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതെ, സംവിധാനം ചെയ്യാൻ പോവുകയാണ് ഉടനെ. അതെ. അപ്പോൾ അതിന് ഞാൻ ഒരു സഹസംവിധായകനായിട്ട് കമൽ സാറിൻ്റെ അടുത്ത് നിന്ന് വന്നതിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഒരു സംഭവത്തിൽ നിൽക്കുന്നു. സലീമിനാണെങ്കിൽ അവൻ വേറൊരു സിനിമയുടെ ആളായിട്ടാണ് സംസാരിക്കുന്നത്. ഭരതവാടക കിട്ടിയോ? അതിൻ്റെ ഞാനിനി വേറൊരു എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ രീതിയിൽ ഞാൻ പെട്ടെന്ന് എൻ്റർടൈൻമെൻറ്റ് സിനിമയുടെ ആളായി മാറി. ഞാൻ പറഞ്ഞു എനിക്ക് ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമകളെ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ ഞാനും. അപ്പം ഇവനെ അവൻ കളിയാക്കാണ്, നീ വെറും മിമിക്രി സിനിമയുടെ ആളായി മാറും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും സംവിധായകരായി കഴിഞ്ഞു. മാനസികമായിട്ട് സംസാരത്തിലും പ്രവൃത്തിയിലെല്ലാം സംവിധായകരായിട്ട്. അങ്ങനെ എപ്പോഴോ ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയിട്ട് ഫ്ലൈറ്റ് അമേരിക്കയിൽ ന്യൂയോർക്കിൽ എവിടെ ലാൻഡ് ചെയ്തു. ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ വീൽ ചെയറായിട്ട് 2-3 പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരം അങ്ങോട്ട് നടക്കണം. അപ്പോൾ സലീം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഉടനെ നോക്കുമ്പോൾ പെട്ടിയായിട്ട് വരുന്ന സമയത്ത് കാണുമ്പോൾ വീൽ ചെയറായിട്ട് 2-3 പേര് നിൽക്കണം. അപ്പോൾ സലീം പതുക്കെ നോക്കിയിട്ട് ഇങ്ങനെ. അപ്പോൾ അവർ പിന്നെ നമ്മൾ കാണുന്നില്ല. ഇത് ഇങ്ങനെ കാണിക്കണ കണ്ടു, നമ്മൾ നടന്നു പോയി. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ കാണുന്ന വെച്ചാൽ സലീം വീൽ ചെയറിലിരുന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ എന്നിട്ട് കാണിച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിഞ്ഞു നോക്കി. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് ആദർശകൻ തിരിഞ്ഞു നോക്കിയിട്ട് സലീമിനെ കണ്ട ഉടനെ ആ നിന്റെ സിനിമ റിലീസായ ആളുകൾ കാല് തല്ലി ഓടിച്ചു. അതിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സലീമിനൊന്നും പറയാം. സലീം കടിച്ചിട്ട് പോവാ. ഞാൻ ചിരിച്ചു പോയി. കാരണം ഇവന്റെ ഇവൻ ആ ഉറക്കത്തിൽ ഇവന് അവനോടുള്ള രണ്ടെണ്ണം എന്നിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റിൽ. ഞാൻ മിണ്ടാതെ അത്ര നേരം എനിക്കൊന്നും പറയാൻ പറ്റില്ല. 2 പേരും കൂടി ഇങ്ങനെ ചെവിയിലും മുട്ട പോലെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുവരെ ഞാൻ വേണ്ടിയില്ല. ലാസ്റ്റ് എനിക്ക് ഒരു ദൈവം കൊണ്ടുവന്ന ഒരു സാധനമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നടക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞ് ഞാനും ഇവനും പോയി ബാഗേജ് അവിടുന്ന് ബാഗേജ് എല്ലാം എടുക്കണം. അവിടെ പോയി നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമാണ്. ഈ വീൽ ചെയർ ഫ്രീ ആയിരുന്നില്ല, പൈസ കൊടുക്കണം. അയാളെ വീൽ ചെയർ കൊണ്ട് അവിടെ ആക്കാതെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം അവിടെ. അപ്പൊ അതൊക്കെ കണ്ട് ചിരിച്ച് കുറെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തു വന്ന് നിൽക്കും. സെറ്റിൽ ചെയ്തു. അവര് $5 വെച്ചിട്ട് ഇവന് ഓടി. അപ്പോൾ അയാൾ പിന്നെ ഇവൻ്റെ ഓട്ടമൊക്കെ കണ്ട് അയാൾ ചിരിച്ചുപോയി. കാരണം പെട്ടിയൊക്കെ പിടിച്ചിട്ട് ഓർമ്മ. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. ഞാനും സലീമും പുറത്തിറങ്ങി. സലീം ഇങ്ങനെ $5 പോയിൻ്റെ വിഷമത്തിൽ നിൽക്കുക. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ട്രോളി വരിക. ഈ ബാഗ് നിറയെ ബാഗായിട്ട് എല്ലാവരുടെയും ബാഗ് നിറച്ചിട്ട് ഒരു ട്രോളി വരിക. അപ്പം ഞാനിങ്ങനെ പതുക്കെ തിരിഞ്ഞു നോക്കി. അവിടുത്തെ വല്ല പോർട്ടർമാരെ. അപ്പം നമ്മൾ ആരത് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ തള്ളി വരിക. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, നിന്റെ സിനിമ റിലീസായ? ഓരോ ആൾക്കാർ ഓരോ ജോലിയിലേക്ക് മാറി എന്ന് പറഞ്ഞിട്ട് സലീമിന് എന്ത് സന്തോഷം എന്നറിയാമോ. പിന്നെ സലീമിൻ്റെ അതിൽ നിന്ന് പോയില്ല എന്ന് മനസ്സിലായത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഫ്രീ ആണ്. അതിന് ഞങ്ങൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഷോ കഴിഞ്ഞ് വെടിക്കെട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആളുകൾ തിരിച്ചു പോവുകയാണ്.
എല്ലാ ദിവസവും കാർണിവൽ വൈകിട്ട് ഭയങ്കര കാർണിവൽ ഉണ്ടാവും. ലക്ഷക്കണക്കിന് ജനമാണ് ശരിക്കും ഇങ്ങനെ ഒഴുകുക എന്ന് പറയുന്ന പോലെയാണ്. അപ്പം നാദർഷ ആളുകളൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് നാദർഷ എൻ്റെ ഗാനമേള കഴിഞ്ഞ ആളുകൾ പോണ പോലെയുണ്ട്. അപ്പൊ സലീമോട്ടനെ ആദ്യത്തെ പാട്ട് കഴിച്ച് ഫസ്റ്റ് പാട്ട് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് ആൾക്കാർ പോകുന്നു. അപ്പൊ ഈ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ ഒരു ഇക്കറിയാലോ. നമ്മളെ സംബന്ധിച്ചിട്ട് ഇക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞങ്ങളുടെ ഒരു ഗോഡ് ഫാദേഴ്സ് എന്ന് പറയുന്ന പോലെയാണ്. കാരണം മിമിക്രിയിൽ ഇപ്പം സിദ്ദിഖ് ലാൽ അവർ തുടങ്ങി വെച്ച അരിശ്രീയിലാണ് നമ്മൾ ശരിക്കും വരുന്നത്. അപ്പം അവിടെ ഞങ്ങൾക്ക് ശരിക്കും ആദ്യം തന്നെ ഞാൻ ചെല്ലുമ്പോൾ അശോകേട്ടനും മറീസണ്ണൊക്കെ പറഞ്ഞു വെച്ചാൽ ഇത് സിദ്ദിഖ് ലാൽ തുടങ്ങിയ പ്രസ്ഥാനമാണ്. ഇവിടെ നമ്മൾ ഒരാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാതിരിക്കുക, പിന്നെ അശ്ലീല തമാശകൾ പറയുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിമിക്രിയുടെ ലൈഫ് എൻജോയ് ചെയ്തത് 4.5 വർഷം അരിശ്രീയിലുണ്ടായിരുന്നു. ശരിക്കും പിക്നിക്കിന് പോണ പോലെ ദിവസം ഭയങ്കര രസമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരുടെ കൂടെ ചെയ്തത്. സാഗറിൽ നാദിർഷ, അബി, ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ള ഒരു ടീമായിട്ട് അങ്ങോട്ട് നീങ്ങിയത്. ഇന്നിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ഷോ ചെമ്മാട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി. അവിടുത്തെ 2 രാഷ്ട്രീയ വിഭാഗങ്ങൾ തമ്മിലുള്ള പോട്ടിയായിരുന്നു. അതിന് ഏറ്റവും അവസാനം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഗംഭീര ഷോ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പം എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ അവിടുത്തെ പോലീസ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവർ നേരെ കയറിയിട്ട് നമ്മളുടെ ആർട്ടിസ്റ്റുകളെ ആക്രമിച്ചു. ഈ ആക്രമിച്ചിട്ട് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ അതിൽ അപ്പോൾ അവർ പറഞ്ഞ് എല്ലാവരും കയറി പോകുന്നു പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്ത് ഞങ്ങളുടെ ടെമ്പോ ട്രാവലറിൽ കയറി. അപ്പോൾ നമ്മളെന്താ വെച്ചിട്ട് മൈക്ക് സ്റ്റാൻഡൊക്കെ ഫിറ്റ് ചെയ്തിട്ട് മൈക്കിൻ്റെ ഡിസ്കിൽ ഫിറ്റ് ചെയ്തിട്ട് ചാടി ഇറങ്ങി അടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കയറി പോകുന്നപ്പോൾ ദിലീപ് ഞാൻ നോക്കിയപ്പോൾ നിനക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല, ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സീറ്റില്ലേ കിളി ഇരിക്കണം, കിളി അവിടെ ഇവൻ ഇരിക്കാൻ ലാസ്റ്റ് ഇവനാ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ പെട്ടെന്ന് എടാ എൻ്റെ ജുബ്ബ കാണാനല്ല, ജുബ്ബ സീറ്റിൽ വെച്ചിട്ടുണ്ടായി, ജുബ്ബ ഇവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തല കുമ്പിടുക. പെട്ടെന്നൊരു കുമ്പിട്ട സെക്കൻഡിൽ തന്നെ ഗ്ലാസ് പൊളിച്ചിട്ട് ഒരു ഇഷ്ടിക, ഈ വണ്ടിയുടെ ടെമ്പോ ട്രാവലറിൻ്റെ ഗ്ലാസ് പൊളിച്ച് ഇഷ്ടിക വന്നിട്ട് കറക്റ്റ് ദിലീപിൻ്റെ ഹെഡ് റെസ്റ്റിൽ വന്ന് അടിച്ച്, എന്നിട്ട് ആ സീറ്റ് തുളഞ്ഞു. കറക്റ്റ് ഇഷ്ടികം സിമെൻറ്റും കൂടി. അപ്പോൾ ഫേസിൽ അടിക്കേണ്ട സാധനം അത് ദൈവം കൊടുക്കുന്ന ടൈമിംഗ് എന്ന് പറയുന്നത് അല്ലേ, ടൈമിംഗ് അതാണ്. കൃത്യം ഒരേ സെക്കൻഡിൽ തല കുമ്പിടാനും അതിന് അത് നമ്മൾ ചെയ്തതല്ല, അത് അബദ്ധത്താൽ സംഭവിച്ച ടൈമിംഗ് ആണ്. പക്ഷെ അത് നമ്മുടെ ജുബ്ബയുടെ രൂപത്തിൽ ജുബ്ബ മാറ്റി. ഇതുപോലെ ഞങ്ങൾ ഈ പലപ്പോഴും നമുക്ക് ഈ പ്രോഗ്രാമിന് മുമ്പ് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ഇപ്പം ഞങ്ങൾ കലാഭവനിലായിരുന്നു അന്ന് ആദ്യം, ഞാനും ലാലും ഒക്കെ. ഞങ്ങൾ ഒരു കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് പരിപാടി. അപ്പോൾ അന്ന് ബന്ദ് പ്രഖ്യാപിച്ചു. ഇന്നാണ് ഹർത്താൽ, അന്ന് ബന്ദുണ്ട്. പക്ഷെ കൊടുങ്ങല്ലൂർ മാത്രം ബന്ദിനെ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നേരത്തെ പോയി തലേ ദിവസം പോയി കിടന്നു. പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു നാളെ ഇന്ന് 12 മണിയായിട്ടുള്ളൂ, നേരം വെളുത്തിട്ട് കഴിഞ്ഞാൽ ബന്ദ് തീരും, അപ്പോൾ പോയാൽ പോരെ എന്ന് ചോദിച്ചു. ഇല്ല അപ്പം ബന്ദൊക്കെ അടങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വണ്ടി കയറി പോന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി. ഏതാണ്ട് പറവൂർ ആ ഭാഗം, പറവൂരൊന്നും ബന്ധുണ്ട്. എത്തിയപ്പോഴേക്കും പടപട എല്ലാവരും കിടന്ന് ഉറങ്ങണം ടെമ്പോയിൽ. എല്ലാവരും ഉറങ്ങുമ്പോൾ പടപടയെന്ന് വെച്ച കല്ലേറാണ്. ഈ കല്ലേറിൻ്റെ ശബ്ദം കേട്ടിട്ട് നമ്മുടെ ലാല്, എല്ലാവരും കല്ലേറ് കേൾക്കുമ്പോൾ താഴെയല്ലേ ഉള്ളൂ, ലാലിങ്ങനെ തലവൊക്കെ ഇട്ടും ഒരു കാര്യമില്ല, ടൈമിങ് അതുകൊണ്ട് അതേപോലത്തെ തിരിച്ചു വന്നു. ഞാൻ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ തമാശയായിട്ട് പൊട്ടിച്ചിരിച്ചു പോയത്, നിങ്ങൾ രണ്ടുപേരും യന്ത്രമനുഷ്യൻ ചെയ്യുമായിരുന്നില്ലേ, ഏറ്റവും ഭയങ്കരമായിട്ടല്ലേ. അപ്പൊ ഒരു മഴയുള്ള സ്റ്റേജില് ഇതുപോലെ യന്ത്രമനുഷ്യൻ കിടന്നിട്ട് യന്ത്രമനുഷ്യനെ പൊക്കിയെടുത്ത് നിർത്തിയിട്ടാണല്ലോ ഷോ ചെയ്യുന്നത്. അപ്പൊ ആ മഴയത്ത് പ്രോഗ്രാം അപ്പം എന്താ വെച്ചാൽ നിലത്ത് കിടക്കണം. നിലത്ത് കിടന്നു കഴിഞ്ഞാൽ ജുബ്ബൊക്കെ ചെടിയാവുകയും ചെയ്യും. അപ്പം എന്താ വെച്ചാൽ നേരത്തെ കൊടുത്തിട്ട് ഒരു തുണി വിരിച്ച് കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഓടി വന്ന് ലാലാട്ടം കിടക്കും. പിന്നെ സിദ്ദിഖ് വന്നിട്ട് എടുത്ത് പൊക്കി ഐറ്റം തുടങ്ങും. ഇതെന്താണെന്ന് വെച്ചാൽ ലൈറ്റ് പോയ സമയത്ത് ലാലാട്ടം വന്ന് കിടന്നു. ലൈറ്റ് വന്നപ്പോൾ എന്താ വെച്ചാൽ തുണി അവിടെ കിടക്കും. ഒരഴുക്ക് പിടിച്ചാൽ ഇരുമ്പ് വർഷം ചെളിയിൽ പുറത്ത്. കാരണം ഇരുട്ടത്ത് കാണില്ലല്ലോ എവിടെയാണ് തുണി വിരിച്ചതെന്ന്. എന്തായാലും നമുക്ക് പുതിയ തലമുറയിലെ
മിമിക്രി ആർട്ടിസ്റ്റുകൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം അത് കണ്ടിട്ട് വീണ്ടും തിരിച്ചു വരാം. ഓക്കെ. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. മിമിക്രി കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ നിന്നും യുവതലമുറയുടെ ഒരു തകർപ്പൻ സ്കിറ്റ്. അത് പൊട്ടിച്ച നീ എറിഞ്ഞെറിഞ്ഞെന്റെ 10ാമത്തെ ഭരണിയാ പൊട്ടിക്കണത്. നീ എന്താ പത്രമാണോ ബോംബാണോ കടയിലേക്ക് വലിച്ചെറിയണത്? എന്റെ ദൈവമേ, ഞാൻ എങ്ങനെ ഈ കടയിൽ മുന്നോട്ട് കൊണ്ടുപോകും? ഓരോ ഭരണി പൊട്ടിച്ച ഏറ് കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കട കൊണ്ടുപോകാൻ പറ്റില്ല. ഓരോരുത്തന്മാരെ ആരാണ് രാവിലെ പണിങ്ങി കൂട്ടുന്നത്? എന്റെ പൊന്ന് നാണത്തല്ല ഒന്നും പറയണ്ടെന്നേ. ആ പത്രം എറിയമ്മ ചെറുക്കല്ലേ, അവൻ എറിഞ്ഞെറിഞ്ഞ് എന്റെ 10 ഭരണി പൊട്ടിച്ച്. എങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഈ പത്രം ഇടുന്ന പരിപാടി ഞാൻ നിർത്താൻ പോണു. എങ്കിൽ ഈ കട നിർത്താൻ നോക്ക്. എന്ത് വർത്താനം നിങ്ങൾ പറയണത്? പത്രം വായിക്കാനായിട്ടാണ് ആൾക്കാർ ഇവിടെ വന്നത്. ചായ കുടിക്കാൻ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഞങ്ങളടക്കം. നിങ്ങൾ ആ മരുമോളിട്ട് തന്നെ കട്ടൻ ചായം കുടിച്ച് കുടുംബത്തിൽ ഇരുന്നാ പോരെ? രാവിലെ എന്നെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വന്നോ? ആ മരുമോളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ബഹുസംഭവങ്ങൾ ഉണ്ടായി. അതായത് എന്റെ മരുമോൾ എന്റെ കുടുംബത്ത് വന്ന് കെട്ടിക്കേറി ആ നിമിഷം ഒരു കൈകാല് വിറവര് വായെന്ന് നൊത്തേന്നോളെയൊക്കെ വന്ന് കണ്ണൊക്കെ മേപ്പോട്ട് മറിഞ്ഞ് ഒരൊറ്റ വീഴ്ച. ഞാൻ വിചാരിച്ച് അപസ്മാരത്തിന്റെ അസുഖമാണെന്ന് വിചാരിച്ച് എൻ്റെ വീടിൻ്റെ താക്കോൽ അവളുടെ കയ്യിൽ കൊടുത്ത് അവളുടെ വിറവലും മാറി. എന്നാ എൻ്റെ കയ്യിൽ താക്കോല് തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞിട്ടുള്ള വിഷമങ്ങളും വിറവലും മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവമേ ഭഗവാനെ, എന്താ നിന്റെ താക്കോല് പോയാ? ഈ മരുമോളെ പറ്റി അങ്ങനെ ശ്രുതി ഞാനും കേട്ടായിരുന്നു സംഭവം. നീ ശ്രുതി പറയണ കേൾക്കാൻ നിൽക്കണ എന്തിനാണ്? ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയുന്നുണ്ടല്ലോ. നീ കണകുണ പറയാണ്ട് ഒരു കാലിച്ചായ ഇങ്ങോട്ട് എടുക്ക്. കാലിച്ചായേ? നിങ്ങൾക്ക് കാലിച്ചായ തന്ന് എന്റെ പെട്ടി മൊത്തം കാലിയാണ്. ഇവിടെ മൊത്തം കാശുണ്ടെങ്കിൽ കടം പറയണ ഏർപ്പാട് നിർത്തി. ഈ കടയുടെ പേരും തുട്ടാണ്. ഈ കടയുടെ പേരും തുട്ടാണ് ഗോപി വിലാസൻ ടീ ഷോപ്പ്. അതാ ചായക്കാശ് ഗോപി. നീ കാലത്തെ വന്നിവിടെ സീറ്റ് പിടിച്ച രാഷ്ട്രീയക്കാര് സീറ്റ് കിട്ടാൻ വേണ്ടി നെട്ടോട്ടോടെയാണ്. അപ്പൊ ഞാൻ രാവിലെ വന്നപ്പോ എനിക്കൊരു സീറ്റ് കിട്ടി. അതിലിരിക്കണേന് എന്താണ് വലിയ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കുറച്ച് ദിവസമായിട്ട് കണ്ടില്ല, ഇവിടെ ഇല്ലായിരുന്നയാ. എന്റെ വീടിന്റെ അപ്പുറത്ത് നമ്മളെ ജാനകി, അവളുടെ കെട്ടിയോൻ വന്ന് അവളെ പിടിച്ച് അടിച്ച് നാശൂശാക്കി. എന്റെ പൊന്നുപോലെ കുടുംബത്തിൽ കിടന്ന ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റില്ല, നാട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റണ്ട. 3 ദിവസമായി ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട്. അല്ല, നിങ്ങളുടെ അയൽവക്കല്ലേ? ഒന്ന് ചെന്ന് അന്വേഷിക്കാൻ പാടില്ലായിരുന്നു അവിടെ വരെ? ഒരു പ്രാവശ്യം അവിടെ ചെന്ന് അന്വേഷിച്ചതിന്റെ പോലാണ് ഇപ്പൊ അവിടെ നടക്കണത്. അപ്പൊ എങ്ങനെ വീട്ടിൽ പുറത്തിറങ്ങി? അല്ലാതെ അവൻ പണിക്കോണ സമയം നോക്കിയിട്ട് എന്റെ അടുക്കള വശത്തേക്ക് കൂടി ഞാൻ മറ്റേ കുഴിയാനെ വന്നിട്ട് 5:30 എനിക്ക് അവിടെ എത്തണം. എന്താണ്? അവൻ 6 മണിക്ക് പണിയും കഴിഞ്ഞു വരില്ല. അതിന് മുമ്പ് വീട്ടിൽ കയറി വാലടക്കണം. വേഗം വീട്ടിൽ അതെ, അവനാന്നോണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാരണ്ട്. വെറുതെ പറഞ്ഞ അവിടെ ഇരുന്നോ? ഭയങ്കര പേടിക്കാരനാണ്. എന്താണ്, ചായ വേണോ കാപ്പി വേണോ? രണ്ടും എടുത്തോടാ. ഞാൻ രണ്ടും കൂടി അനുഭവിച്ചാ പോരെ ഇവിടെ കിടന്നിട്ട്. പിന്നെ നാണിയുടെ ഇന്നത്തെ ചായടാശി ഞാനവിടെ നിൽക്കാം. വേണ്ട വേണ്ട വേണ്ട, അത് മേടിക്കാൻ വേണ്ട. അത് എന്താണ് ഞാൻ കൊടുത്താലും? അതായത് ഈ ചായയുടെ കാശ് കൊടുക്കണ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവരത് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കും. പിന്നെ ഇനിയിപ്പോ ഈ കുഴിയിലോട്ട് പോവാൻ നിൽക്കുന്ന സമയത്താണ് പിന്നെ ആൾക്കാർ വല്ലതും പറഞ്ഞുണ്ടാക്കാൻ നിൽക്കണം. കുഴിയിലോട്ട് പോയാലും വേണ്ടിയില്ല. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും എരിക്കാനുള്ള കേട്. മുള്ളോടിയാണ്ട് നോക്കിക്കോണം. എന്താണ് മോളെ പറ? കോഴി മുട്ടിട്ട് കിടപ്പുണ്ടോടാ? ഞാനേ കണ്ടുള്ളൂ. മാത്രമേ കണ്ടുള്ളൂ. നവ്യാനായികൾ കണ്ട് കാര്യം പറയാൻ ആ വിറക് പേരുടെ ഉള്ളില് ഇന്ദ്രദേവൻ ചുരുണ്ടുകൂടി കിടക്കണു. ഇന്ദ്രദേവന്റെ ഭഗവാനെ, പറയൂ. പിന്നെ ആരാന്ന് പറഞ്ഞ? ഇന്ദ്രദേവൻ
ഇവനാ ഇന്ദ്രനാ ഇവൻ ബാല കളിക്കാൻ പോണ വടക്കേലെ ചന്ദ്രൻ ഏഴ് പോയാ തവളുടെ ഇന്ദ്രൻ 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 എന്നാണ്ട് വിശേഷങ്ങളൊക്കെ? എന്താ ഈ വേഷത്തിൽ ഇവിടെ എന്താ ഒന്നും പറയണ്ട. ഇന്നലെ കൊല്ലത്തായിരുന്നു ബാലെ. ആർക്ക്? എനിക്ക് അത് ശരി. പൊരിഞ്ഞ കളിയായിരുന്നു കേട്ടോ. ഞാൻ ഈ കളിയുടെ തിരക്ക് കൊണ്ടേ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നില പല്ലും തേച്ചിട്ടില്ല. അതുകൊണ്ട് 3 പൊറോട്ടയും ഒരു ബീഫും എടുത്തു. പല്ലും തേക്കട്ടെ. ഈ ഫ്രൈ ഇന്ദ്രൻ തട്ടയിൽ മാത്രമേ വെജിറ്റേറിയനുള്ളൂ. ഇവിടെ ബീഫ് ഫ്രൈയാ. എടുത്തോ. ചന്ദ്ര മറ്റേ എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടാ ഇന്നലത്തെ പ്രോഗ്രാമോ സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. മുറ്റായിരുന്നു. അടിപൊളി അഭിപ്രായം. ജനങ്ങൾക്ക് ആർത്തെരമ്പി നിൽക്കുമായിരുന്നു. അത് ശരി. പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ തന്നെ കമ്മിറ്റിക്കാരൊക്കെ സൈഡിൽ നിന്ന് ഭയങ്കര ചർച്ച. ആരെ കുറിച്ച്? എന്നെ പറ്റി. എന്നിട്ട് അവര് പറയുക എന്നോട്, നിന്നെ പടക്കപ്പുരട്ട് കത്തിക്കണോ അത് ഗ്രിൽഡ് ചിക്കനായിട്ട് പൊരിച്ച നാട്ടിലേക്ക് അയക്കണമെന്ന്. കേട്ട പാതി കേക്കാത്ത പാതി സ്പൈഡർമാൻ പറന്നു വന്ന പോലെ ഞാനിവിടെ കയറി കിടന്ന് ഉറങ്ങി. ഇത് ഉണങ്ങ് പൊറോട്ടയും ഇറച്ചി. അല്ല കഴിച്ചോളാം. ഈ ബീഫിന് ഉപ്പില്ലല്ല. ഉപ്പില്ലേ? അതെന്ത് ഈ ബീഫിന് ഉപ്പില്ലല്ല. അങ്ങനെ വരാൻ വഴിയില്ല. ഉപ്പില്ല ഇതിന്. ഇത് രാവിലെ തുടങ്ങി ഞങ്ങൾ നോക്കിയതല്ലേ. പൈസ തന്നെ എന്താണ് അങ്ങനെ ഒരു അതിക്രമം കാണിക്കേണ്ട കാര്യം? ആരാ പറഞ്ഞത്? ഉപ്പില്ല. നോക്കി നോക്കി ഒരു കുഴപ്പമില്ല. ഞാൻ രാവിലെ അങ്ങനെ വരാൻ വഴിയില്ലാത്താണ്. ഒരു കുഴപ്പമില്ല. ഉപ്പൊക്കെ ഉണ്ട്. ഒരു കറക്റ്റ് അല്ലേ? ഒരു കുഴപ്പമില്ല. എല്ലാം കൊണ്ടും ഇതാരാ പറഞ്ഞ അത് ഉപ്പില്ലാന്ന്? ഞാൻ ഉപ്പില്ലെന്നല്ലേ പറഞ്ഞോളൂ. ഇതിന് ബീഫേ ഇല്ലല്ല. എനിക്ക് ബീഫ് വേണം. എനിക്ക് പൊറോട്ട ബീഫ് വേണം. ഒന്ന് അടങ്ങി താര ഇവിടെ ഇരിക്കുന്നത്. ദൈവമേ ഒരു ബ്രീഫ് ചെയ്യേ. നിങ്ങളുടെ പൊരുൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നാട്ടുകാർക്ക് മൊത്തം എന്താണെന്നുള്ളത് മനസ്സിലായോ? എടീ നിന്റെ ഒടുക്കത്തെ പഞ്ചായത്ത് കാരണം ബാക്കിയുള്ളവന്റെ ചാക്ക് മധുരക്കുറവാണ്. എടാ ഗോപിയേ, അവനെ അവളുടെ പുറകവനുണ്ടാ. എന്നെ ഇങ്ങോട്ട് വിട്ടുവിട്ട് അതേ പഞ്ചി തന്നെ അവനിങ്ങോട്ട് വിട്ടേക്ക്. ലോട്ടറിയാണോ? 65 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഗുണമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. നമുക്കൊരു സമ്മതിയും കിട്ടാലോ. സാമതി ഇവിടെ കട്ടൻ ചായ കുടിക്കാനൊരു കൽപ്പില്ലാണ്ട് കിടക്കണം. അപ്പൊ സാമതി ഇതെന്താണ് ഈ കാണുന്ന? നിന്റെ കണ്ണ് പിടിക്കണമെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞുതരാൻ. എന്റെ കണ്ണ് പിടിച്ചോളാ. താൻ എന്നെ കയറി പിടിക്കാണ്ടിരുന്ന പൈസയും വേണ്ട ഒന്നും ആര് പിള്ളേര് കീരിയും പാമ്പാണ്. ഇയാൾക്ക് പണ്ട് കാലത്ത് തന്നെ ഒരു നോട്ടും ഉണ്ടായി. കണ്ണും കൈയും കാണിക്കലായിരുന്നു പതിവ്. എന്നെ പിടികിട്ടിയിട്ടില്ല. ഞാൻ പിടി കൊടുത്തിട്ടില്ല. അതിന്റെ വിഷമവും ദേഷ്യമൊക്കെയാണ് ഇടക്കിടക്ക് കാണിച്ചു കൂട്ടണത്. പ്രേമ ശരിയാണ്. എന്നെ കൊണ്ട് കെട്ടിക്കാനായിരുന്നു. ആ സമയത്ത് ഇവിടെ അച്ഛനെതിരുണ്ട്. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞ് ഞാൻ വിളിച്ചിറങ്ങി വരാൻ തയ്യാറാടി. ഞാൻ ചോദിച്ചു പോയി. ഇവിടെ വരാന്നും പറഞ്ഞ് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കി വെച്ച കാശ്. ആര് പണിയെടുത്ത കാശ്? എന്റെ അച്ഛൻ പണിയെടുത്തുണ്ടാക്കി പെട്ടിയിലത്തെ കാശ് കട്ടെടുത്തിട്ട് ഇവിടെ വിളിക്കാൻ ചെന്ന് ഇവിടെ അടുക്കള ആൾക്ക് ചെന്ന് വിളിച്ച് ഇവിടെ പെണ്ണാണെങ്കിൽ ഇറങ്ങി വന്നല്ലേ. അവസാനം ഇവിടെ ഞെത്തി പാത്രം കഴുകാൻ പുറത്തേക്ക് വന്ന്. അവള് നല്ല അനുസരണമുള്ളവളായിരുന്നു. വിളിച്ച വിടിയാലേ അവളെന്റെ പുറക്കാണ്ട് ഇറങ്ങി വന്ന അവള്. അത്ര അനുസരണമുള്ള. അപ്പൊ കിട്ടിയതിനെ കൊണ്ട് പോയല്ലേ? ചാള കിട്ടിയില്ലെങ്കിൽ ചെമ്മീനെങ്കിലും കൂട്ടി ചോറിന്റെ ചെമ്മീൻ ചാടിയ ചട്ടോളം അല്ലെങ്കിൽ ചാടിയ മുട്ടോളം. നിങ്ങൾ വേഷം കെട്ടാൻ എന്റെ നെഞ്ചത്ത് വയ്യേറാണ്. അപരാമന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ.
മറക്കടാ ഇങ്ങനെ പെരുമാറല്ലേ? നീ പോടാ, ഇത് കേട്ടോ, ഞങ്ങളുടെ കാര്യം പറയട്ടെ. പിള്ളേര് കാര്യം പറയുമ്പോ എന്താണ് ചേച്ചി ഒന്ന് അടങ്ങി, ചേച്ചി ഒന്ന് അടങ്ങി. ഞാനല്ലേ പറയണത്, ഗോപിയുണ്ട് ഇവിടെ. ചേച്ചി ഒന്ന് അടങ്ങ്. ഇതെന്താ പെര വിട്ടുമ്പോ കഴക്കോട് എടാ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷമങ്ങള് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. അയ്യോ ഇയാളെപ്പോഴും തന്നെ വേഷം കൂടുതലാണ്. എവിടെയായിരുന്നു പാല? ഇന്നലെ കൊല്ലത്തായിരുന്നു. കൊല്ലത്തായിരുന്നോ? എന്നിട്ട് ഏത് വഴിയാ ഓടിയത്? ഞാനങ്ങനെ വന്ന വഴി ഒന്നും മറക്കാറില്ല. അത് ശരി, അപ്പൊ വന്ന വഴി മറക്കണ്ട കേട്ടോ. ഇല്ല. ഓച്ചിട്ടോ ഒരു നല്ലൊരു ചായ. ആ ചായയൊക്കെ തരാം. ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. എന്താണ് കേട്ടോ? നിന്നെ പറ്റി അച്ഛനൊരു പരാതി പറഞ്ഞല്ലോ എന്നോട്. എന്ത് പരാതി? നീ പണിയെടുത്ത 5 പൈസ വീട്ടിൽ കൊടുക്കണമെന്നുള്ള പറയണത്. നേരാണത്? എന്റെ പൊന്നിയേട്ടാ, അച്ഛൻ വെറുതെ പറയണ്. ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും പണിയെടുക്കും. പക്ഷെ ശനിയാഴ്ച കിട്ടുന്ന പൈസ അത് ഞാൻ അടിച്ചു വിളിക്കും. അത് എല്ലാവരും അടിച്ചു വിളിക്കണ ദിവസം അല്ല, ബാക്കി 5 ദിവസം ഉണ്ടല്ലോ, അത് കൊടുക്കാൻ പാടില്ലേ? 5 ദിവസം ചേട്ടാ, ഞാൻ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പണിയെടുത്താണ്ടല്ല, ശനിയാഴ്ചയാണ് ഞങ്ങൾക്ക് പൈസ ഒന്നിച്ച് കിട്ടുന്നത്. അന്നത്തെ പൈസ അടിച്ചു വിളിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. മൊത്തം തീർക്കും. പിന്നെ നിന്നൊന്ന് കാണാൻ വേണ്ടി എന്താണ്? അതായത് എന്റെ വീട്ടിന്റെ പിച്ചൗട്ടില് ചാന്തങ്ങട് ഇട്ടൊന്ന് മെഴുകാനുണ്ട്. അപ്പൊ നീ ഒന്ന് അങ്ങോട്ട് വരണെങ്കിൽ ആ പണി അങ്ങോട്ട് തീർത്തിട്ട് പോയിരുന്നു. അത് ചേട്ടാ, ഇന്ന് എനിക്ക് ഒഴിവില്ല. നാളെ 10 മണിക്ക് ഞാനും റാണിയും കൂടി അങ്ങോട്ട് വന്നേക്കാം. അതിൽ 2 പേർക്കുള്ള പണി ഒരു അരമണിക്കൂർ എന്റെ വീട് ശാന്തൊന്ന് ഇട്ട് കഴിഞ്ഞാല് കാര്യം അവിടെ തീരാനുള്ള കേസുള്ളത്. അത്രേ ഉള്ളൂ. എന്നൊരു പണിയാ, മറ്റന്ന് രാവിലെ 8 മണിക്ക് ഞാനും റാണിയും കൂടി അങ്ങോട്ട് വന്നേക്കാം. ഇയാളുടെ പണി അവിടെ നിൽക്കട്ടെ. എന്റെ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇളന്തിണ്ണ പരിക്കനിട്ട് നിക്കണം. അവിടെ ഒരു ചാന്ത് കുറച്ചു നേരം വെച്ചിട്ട് നിങ്ങള് വന്ന് ഒരു മണിക്കൂറത്തെ പണി ഉണ്ടാവുള്ളൂ. ഒന്ന് വന്ന് ചെയ്ത് അങ്ങോട്ട് തരാൻ പറ്റുമോ? ചേച്ചി, ഇന്ന് എനിക്ക് ഒഴിവില്ല. നാളെ രാവിലെ ഞാനും റാണിയും കൂടി അങ്ങോട്ട് വന്നേക്കാം. നീയും റാണിയും വരാനായിട്ട് നീ അന്ന് രാജാവാ? നീ ഒറ്റക്ക് വന്നത് ഞാൻ കൽപ്പറ ചെയ്തോളല്ല. എന്റെ പൊന്നിയാച്ചി, റാണിയുടെ പണിയെ കുറിച്ച് അറിയാമോ? എനിക്ക് അങ്ങ് അറിഞ്ഞൂടെ ഒരു പണിയാ. ഞാൻ റാണി കൂടി മറ്റന്ന് ചെന്നിട്ട് അങ്ങോട്ട് പണിത് കൊടുത്തല്ല. ഒരു കാര്യം പറയട്ടെ, റാണിയാണ് ഈ പണിയിലെ മെയിൻ ആള്. അതെ, റാണിയുടെ പണിയെ കുറിച്ച് അറിയാമോ? നീ ഒരു കാര്യം ചെയ്യോ, നാളെ റാണി നീ ഇങ്ങോട്ട് വിടും. നീ നിന്റെ വയ്ക്ക് അങ്ങോട്ട് വെച്ചോ. അതല്ല, നിന്റെ ഈ ഡ്രസ്സില് ഇതുവരെ ഈ നാട്ടുകാർക്ക് ഒരു പരിപാടി അല്ലേ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് ഈ ഡ്രസ്സിൽ നിന്നുകൊണ്ട് നിന്റെ ഒരു പരിപാടികൾ നടത്തി കാണിക്കണം. ഞങ്ങളുടെ ഒരു ആഗ്രഹം. അടിപൊളി വാല കേട്ടാ, അടിപൊളി വാല. ഞങ്ങളുടെ ആഗ്രഹം നാളെ പോവാനിരിക്കുന്ന ആൾക്കാർ തട്ട് വേണം, തട്ടില്ലാതെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല. തട്ട് പിന്നെ ഉണ്ടായിക്കോളാം. ഞങ്ങളുടെ കൊട്ടാരം വളയാൻ വന്ന അസുരകുമാരന്മാരെ നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കും. ഈ തല ഞാൻ വെട്ടും. പക്ഷെ എനിക്ക് തലയാണ്. കാത്തിരിക്കണം പൊന്നു ഭഗവതിയേ. ശത്രുക്കളൊക്കെ ഞാൻ ആക്രമിച്ചു. നിങ്ങളുടെ മോൾ എനിക്ക് സ്വന്തം. നീ ആരെ വേണമെങ്കിലും സ്വന്തം ആക്കിക്കോ. അതിനുമുമ്പേ ഈ കട തല്ലി പൊളിച്ചത് മൊത്തം എല്ലാം കൂടി 5000 രൂപയുണ്ട്. നീ തിന്നു കൂട്ടിയതെല്ലാം കൂടി ഒരു 6000 രൂപ വെച്ചിട്ട് പോക്കോ. ആരെ വേണമെങ്കിലും കൊണ്ടുപോക്കോ, ഒരു വിരോധവും ഇല്ല. എന്നാലും എന്റെ കട മുന്നോട്ട് പോകുള്ളൂ. ചേട്ടൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ കടമായിട്ട് അങ്ങനെ മുന്നോട്ട് പോക്കോട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് കുറച്ച് കടമ നിർവഹിക്കാറുണ്ട്. പോയിട്ട് വരട്ടെ ചേട്ടാ, പോയിട്ട് വരട്ടെ. പോയിട്ട് വരാട്ടോ. നല്ല അഭിനയം ഓർന്നു.
സ്റ്റാറായി എന്നിട്ടാണ് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന താനല്ലേ അവനോട് പെർഫോമൻസ് കാണിക്കാൻ പറഞ്ഞത്. ഇന്ദ്രന്റെ പരിപ്പ് ഇളക്കി. ഇനി ആരെങ്കിലും കടം പറയാനാണ് ഉദ്ദേശിച്ചെങ്കിൽ എല്ലാത്തിന്റെ പരിപ്പ് ഇളക്കും. കച്ചവടം മന്നാണ്ടാ. നീ കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്പലത്തിലൊന്ന് ബാല കളിച്ചില്ലേ? എടാ നിന്റെ ബാല കാരണം ഞങ്ങൾക്ക് 50,000 രൂപ ഞങ്ങൾക്ക് നഷ്ടമായത്. ഇവരെ തല്ലി കൊല്ലണം. നീ നമുക്കിവരെ അമ്പലത്തിൽ കൊണ്ടുപോയി ശരിയാക്കി തരാം. ഗോപിയേ അപ്പൊ ഇതും ഗോപി. ദിലീപ് ഏട്ടൻ്റെയും നാദർശിക്കേൻ്റെയും ഒരുപാട് തമാശകൾ കേട്ടു, അതുപോലെ നല്ലൊരു സ്കിറ്റ് കണ്ടു. ഇനി നമുക്കൊരു ബ്രേക്ക് വേണ്ടേ? ഇപ്പൊ തിരിച്ചു വരാം. ഷോർട്ട് ബ്രേക്ക്. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ തിരുവനന്തപുരം അടൂർ. നമ്മൾ ഒക്കെ മിമിക്രി ചെയ്യുന്ന കാലഘട്ടം ദിലീപിന് ഓർമ്മയുണ്ടല്ലോ. അതിൽ നിന്നുള്ള ഈ കാലഘട്ടത്തിൽ വന്ന മാറ്റം എന്താണ് ദിലീപ് ഫീൽ ചെയ്യുന്നത്? അല്ലേ, ഒരുപാട് കലാകാരന്മാർക്ക് ഉള്ള വേദി ഭയങ്കരമായിട്ട് ഓപ്പണായി എന്ന് പറയാം. കാരണം ഒരു ചാനൽ വിപ്ലവം തന്നെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്റ്റേജും അവസരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ കൂടുതൽ വെച്ചാൽ നമ്മൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പല വിഷനായിട്ടും പല തോട്ടായിട്ടും ഒക്കെ വരുന്ന ഒരുപാട് കലാകാരന്മാരെ നമ്മുടെ മുമ്പിൽ നമ്മൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ ചാനലിലൂടെ നമുക്ക് പുതിയതായിട്ട് നമുക്ക് കിട്ടിയത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് അവരുടെ മാനറിസം കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാവുക. രാഷ്ട്രീയ നേതാക്കന്മാര് അല്ലെങ്കിൽ അവതാരകന്മാര് ചാനലിലെ അപ്പം അതിനെ നമ്മൾ പിന്നെ തമാശയായിട്ട് കാണിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി, അനുകരിക്കാനും ഒക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിൽ തന്നെ. പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു നന്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ മന്ത്രിമാർ ഇവരൊക്കെ കളിയാക്കുമ്പോഴും അതിനെ ഒരു തമാശയായിട്ട് മാത്രമാണ് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അത് അവരുടെ മനസ്സിന്റെ വലിയ നന്മയാണ്. പിന്നെ വേറെ അങ്ങനെ തോന്നിയാൽ അവർക്ക് നല്ല ബുദ്ധിയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടി അവരുടെ ഒരു പോപ്പുലാരിറ്റിയുടെ ഒരു ആക്സെപ്റ്റൻസ് ആണ്. അതാണ് ഈ മിമിക്രിക്കാരെ അനുകരിക്കുന്നത്. അത്രയും അവർ പോപ്പുലർ ആയിരിക്കുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ജനം അത് മനസ്സിലാക്കുന്നതും ഈ തമാശകൾ ഭയങ്കര ആസ്വദിക്കുന്നത്. പക്ഷെ ആ നല്ല മനസ്സിനെ നമ്മൾ എന്തായാലും അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഈ തീർച്ചയായിട്ടും വലിയ വലിയ ആൾക്കാരെ മന്ത്രിമാരും മറ്റുള്ള നമ്മൾ പൊതുവെ അങ്ങനെ തന്നെയാണ്. കുഞ്ചൻ നമ്പ്യാർ പോലും രാജാവിനെ കളിയാക്കിക്കൊണ്ട് രാജസദസ്സിലിരുന്ന് കവിത എഴുതുന്നത്. അതെ, അപ്പൊ ആ മനസ്സ് നമ്മളുടെ മലയാളികളുടെ പ്രത്യേകത. പക്ഷെ ഇത് അന്യ സംസ്ഥാനത്താണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മുഖ്യമന്ത്രിനെ മറ്റുള്ള മന്ത്രി അത് ഒരു പ്രാവശ്യം കളിയാക്കുള്ളൂ, പിന്നെ കളിയാക്കാൻ ആളുണ്ടാവില്ല. അല്ല, ഞാനൊക്കെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ തല്ലിക്കൊന്നു പറഞ്ഞേക്ക്. അതിപ്പോ നീ ഏത് മറ്റു സംസ്ഥാനത്ത് പോകണ്ട, ഇവിടെയാണെങ്കിലും പിന്നെ അതിനുള്ള വകുപ്പൊക്കെ കയ്യിലുണ്ട്. പിന്നല്ലാതെ എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇപ്പൊ നിനക്ക് നീ എന്തോന്നത് എന്ത് പറ്റി? അല്ല, ഞാനും നീയും തമ്മിലുള്ള ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ തമാശ കൂടി അങ്ങോട്ട് ഇടാകണേ. ഇക്കൊക്കെ അറിയാലോ, ഞാനും ഇവനും എല്ലാവരും നമ്മളെ പ്രതീക്ഷിക്കുന്ന തമാശകളാണ്. എനിക്ക് ഇത്ര അധികാരത്തോടു കൂടി തമാശ പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത് വേറെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സുഹൃത്ത് തന്നെയാണ് നാദിർ ഷാ. പക്ഷെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ തമാശ പറയണോ? എപ്പോഴും ഇങ്ങനെ താഴ്ത്തി പറയണ്ടേ? വല്ലപ്പോഴൊക്കെ നിനക്കൊന്നും തന്നെ പൊക്കി പറയാൻ ഈ പൊക്കി പറയാന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇവന് ഈ സകലകലാവല്ലഭൻ അങ്ങനെ പറയും, അങ്ങനെയൊക്കെ പറ. അതിലെ പാട്ടുകൾ ഇവൻ പാടുന്ന കേൾക്കണം. എനിക്ക് ഉള്ളതല്ലേ ഇക്ക പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്തോരം നമ്മൾ ശ്രമിച്ചാലും സത്യം പുറത്തു അതാണ് എൻ്റെ ഒരു കുഴപ്പമാണ്. പക്ഷെ എന്ത് സംഭവമാണെങ്കിലും ഒരു കാര്യം പറയാം, ഇവന്റെ മിടുക്കൊണ്ട് മാത്രമാണ് ബാത്റൂമിൽ പോലും പാടാത്ത ഞാൻ ഗായകനായത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര ലക്ഷം ലൈക്സടാ സൗണ്ട് തോമയ്ക്ക് നീ കാരണം എനിക്ക് കിട്ടിയത് 10-15 ലക്ഷം ഒക്കെ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മൂളിപ്പാട്ട് അതേ എന്നെ ഗായനാക്കിയല്ല എനിക്ക് ഏത് സമയത്തും അതിൻ്റെ ഒരു നന്ദിയുണ്ട്. അപ്പോൾ ദിലീപിനുള്ളിൽ ഒരു ഗായകനുണ്ട് എന്ന് കണ്ടെത്തിയ നാദിർ ഷായാണ് അല്ലേ? അതെ, അതിനു മുമ്പ് കണ്ടെത്തിയത് ജയരാജേട്ടന്, റാഫി മെക്കാട്ടിന്. അവരാണ് സാറേ സാറേ സാമ്പാറേ. അത് മുദ്രാവാക്യം വിളിക്കുമ്പോൾ പാടിയപ്പോലെ അല്ല, ഞാൻ സമ്മതിച്ചു കൊടുക്കണേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പാടാൻ പോയതല്ല, ഞാൻ ഇങ്ങനെ പാടണം എന്ന് പറഞ്ഞു വെച്ച ആളാണ്. അത് പാട്ടായിട്ട് വന്നു. ഞാനൊരു പാട്ടുകാരനായി ആൾക്കാർ പറഞ്ഞു അത് പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അറിയാണ്ട് പാടി. അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ജൂനിയർ യേശുദാസായിട്ട് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. എന്നാൽ ഞാൻ പാട്ടുകാരനല്ല. ദാസേട്ടനോട് ഞാൻ ക്ഷമ പറഞ്ഞാണ് ആ വേഷം ചെയ്തത്.
സല്ലാപത്തില് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് കാല് തൊട്ട് വമിച്ചിട്ട് കാരണം അതൊരു വലിയ ഭാഗ്യമാണ് അതെല്ലാം. എന്തായാലും നമുക്ക് നാദിർഷ അതല്ല ഞാൻ പറയാം, ഒരു സംഗീത സംവിധായകനായ നാദിർഷ എന്ന് പറയാൻ തുടങ്ങിയായിരുന്നു. സംഗീത സംവിധായകനായ നാദിർഷയും ഗായകനായ ദിലീപിനെയും അതെ. ഒരു ഗ്യാപ്പിട്ടപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. എന്താണ് ഇക്ക പറയണ, സത്യം പറയണോ? പക്ഷെ ആ പാട്ട് മ്യൂസിക് ചെയ്ത ഗോപി സുന്ദറാണ് ഇത്. പക്ഷെ ഞാൻ ലിറിക്സ് എഴുതിയാണ്. സകലകലാവല്ലഭൻ തന്നെയാണ്. ഇനി സത്യം പറയാം, സത്യസന്ധമായി പറഞ്ഞ ഇവൻ ഗംഭീര ആളാണ്, നിർത്തിക്കൊണ്ട് പറയണല്ല. കാരണം അവൻ തന്നെ ഈ പാരഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഗംഭീര സംഭവം. നാദിർഷയുടെ പാരഡികൾക്ക് നല്ല മീറ്റർ കറക്റ്റ് ആയിരിക്കും, അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടാവും, ഒരു രസം ഉണ്ടാവും, നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എന്താ പറയുന്നത്? അല്ലല്ല, ഞാൻ കളിയൊക്കെയല്ല. പിന്നെ അതുപോലെ നന്നായിട്ട് അവൻ പാടും. കാരണം ഇവന്റെ സ്റ്റേജ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹരം ഉണ്ടാക്കണ സംഭവം. ആളുകൾക്ക് പാടുപെടുകയാണെന്ന് തോന്നും. അല്ല, പാടുപെടുക ഇക്കയുടെ കുഴപ്പത്തിലേക്ക് ഒരാളുടെ ഇത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞല്ലോ, സ്ലിപ്പ് ഓഫ് ടങ് ആണ്. അല്ല, ഇതാണ് പലപ്പോഴും സംഭവിച്ചു പോകുന്നത് നമ്മളൊരു സമൂഹത്തിൽ. അതുപോലെ എഴുത്തിലായാലും പാട്ട്, കാരണം RLVയിൽ സംഗീതം പഠിച്ചാലാണ് ആവശ്യം. ഇതൊന്നും മറ്റു പലർക്കും അറിയാത്ത വിഷയങ്ങളാണ്. 2 മാസം അതോടുകൂടി കംപ്ലീറ്റ്. അല്ല, 2 മാസം കൊണ്ട് അവനൊരു 3 വർഷത്തെ സംഭവങ്ങളാണ്. അവൻ അധികം പഠിക്കേണ്ടി വരില്ല. അത്രയും പെട്ടെന്ന് ക്യാച്ച് ആയിട്ടുള്ളൊരു പറയാ. എന്തായാലും നമുക്ക് നാദിർഷയുടെ ആ ലിറിക്സ് ദിലീപ് പാടുന്നത് ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് വേണ്ടി ഒന്ന് പാടാമല്ലേ? ഞാൻ പറഞ്ഞോ? പാടാം, ഏത് വേണമെങ്കിലും ചെയ്യാം. Y una alegre fantana y sonam alegre fantana nhưng mà ngày cái nan cái bi cái bù cái ഈ പൂജനെ കൊണ്ട് ബിഹായി ഇല്ല വന്നു. ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ ചിന്നര കോമണന, അത് കാമിനിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീരന. മീശ പഠിച്ചാൽ ഷാരൂഖ് ഖാൻ, ഞാൻ മസിൽ പിടിച്ചാൽ സൽമാൻ ഖാൻ, ഫൈറ്റിൽ ഞാനൊരു ജാക്കി ചാൻ, ഫൈറ്റിൽ അമിതാഭ് ബച്ചന, സ്റ്റൈലിൽ ഞാനൊരു രജനി, പവറിൽ ഞാനൊരു ഖജനി, ഡാൻസിൽ മൈക്കിൾ ജാക്സൺ, ആക്ടിൽ ഞാനൊരു ഭ്രാന്തന. എന്നെ കണ്ടൊരു ഫോറിൻ തടിയൻ ഡാൻസ് കളിച്ചപ്പോൾ അത് ഓപ്പൺ കെന്നൽ സ്റ്റൈൽ, ഇതെന്റെ തോമസ് സ്റ്റൈൽ, അത് ഓപ്പൺ കെന്നൽ സ്റ്റൈൽ, ഇതെന്റെ തോമസ് സ്റ്റൈൽ. പൊട്ടിച്ചിരിയുടെ ആഘോഷങ്ങളും രസക്കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണണം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ തിരുവനന്തപുരം, അടൂർ. ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.